എൻ്റെ പേര് തോംസൺ ഫിലിപ്പ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ്. ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി റൺ ചെയ്യുന്നു. എലോയിറ്റ് ഇന്നോവേഷൻസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അതിന്റെ കൂടെ തന്നെ എലോയിറ്റ് ഫൗണ്ടേഷൻ, ബൈബിളോൺ എന്നിങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ഓഫീസ്, കേരളത്തിലെ ഓഫീസ് ഹെഡ്ക്വാർട്ടേഡ് ചെയ്തേക്കുന്നത് കാക്കനാടാണ്. കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒറിജിനലി വരുന്നത് UK ലണ്ടനിലാണ്. ഞാൻ ന്യൂസിലൻഡ് ഗവൺമെന്റ് സർവീസിലായിരുന്നു നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഓക്ലൻഡിലായിരുന്നു. അവിടെ അക്രഡിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ഓക്ലൻഡിലെ ഡയസിസുമായിട്ടും പാരിഷുമായിട്ടും എല്ലാം വളരെ ആക്റ്റീവായിരുന്നു. അവിടുത്തെ പാരിഷിന്റെ ഡയസിഷൻ പാരിഷ് ടീമിലും ഡയസിഷൻ യൂത്ത് ഗ്രൂപ്പിലും എല്ലാം വളരെ ആക്റ്റീവായിരുന്നു. എന്റെ ഡയസിസിന്റെ ടെക്നിക്കൽ ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് വേൾഡ് യൂത്ത് ഡേ എന്ന് പറഞ്ഞൊരു ഇവന്റിനെ കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിന് പോകാനായിട്ടുള്ള ഒരു താല്പര്യമൊക്കെ എനിക്കുണ്ടായി. അപ്പൊ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരണമെന്നൊക്കെ ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് ഫണ്ടിന്റെ ഒക്കെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതെല്ലാം കർത്താവ് ക്രമീകരിച്ചു തന്നു. ഞാൻ അങ്ങനെ വേൾഡ് യൂത്തിലേക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്തു. അവിടുത്തെ ബിഷപ്പിന്റെ ഒക്കെ റെഫറൻസ് ലെറ്ററും കാര്യങ്ങളും എല്ലാം വേണമായിരുന്നു. അതെല്ലാം ഞാൻ പോയി പിതാവിനെ കണ്ട് അതെല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഓക്ലൻഡിനെ റെപ്രസെന്റ് ചെയ്ത്, ന്യൂസിലൻഡിനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ വേൾഡ് യൂത്തിലേക്ക് പോയി. അപ്പൊ എല്ലാവരും പോകുന്നത് പോലെ തന്നെ ഞാനും ഒരു വോളണ്ടിയർ ആയിട്ടാണ് പോകുന്നത്. സാധാരണ എല്ലാവരും അവിടെ കാണാൻ പോകുന്നുണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് പോകാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ ഞാനും അത് വോളണ്ടിയർ ആയിട്ടാണ് പോയത്. ആ വോളണ്ടിയർ ആയിട്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഏകദേശം 75,000 ആൾക്കാർ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. 35 ലക്ഷത്തോളം ആൾക്കാർ അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വേൾഡ് യൂത്ത് ഡേ 2013 വേൾഡ് യൂത്ത് ഡേ നടക്കുന്നത് ബ്രസീലിൽ വെച്ചാണ്, റയോ ഡി ജനീറോയിൽ വെച്ചാണ് വേൾഡ് യൂത്ത് ഡേ നടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇമെയിൽ വരുന്നത്, തോംസൺ, യു ആർ ബീൻ ഇൻവൈറ്റഡ് ടു ഹാവ് ലഞ്ച് വിത്ത് ഹോളി ഫാദർ പോപ്പ് ഫ്രാൻസിസ്. അപ്പൊ ഞാൻ അതങ്ങ് വിശ്വസിച്ചില്ല. സാധാരണ ഒത്തിരി സ്പാം ആയിട്ടുള്ള മെയിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്, ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി അയച്ചതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ അതിന്റെ ഇമെയിലിന്റെ IP അഡ്രസ്സും അങ്ങനെ അതിന്റെ സോഴ്സും എല്ലാം ഞാനൊരു IT എഞ്ചിനീയർ ആണല്ലോ, അപ്പൊ അതിനെക്കുറിച്ചെല്ലാം വെരിഫൈ ചെയ്തപ്പോൾ എനിക്കിത് സത്യം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇമെയിലിനകത്ത് പറഞ്ഞിരിക്കുന്നത് 26-ാം തീയതി ജൂലൈ 26, 2013 നിങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രേ അതിനകത്തുള്ളൂ. നമുക്ക് എന്നിട്ട് കൺഫർമേഷൻ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്തുള്ള ഇമെയിൽ അയക്കണം. അപ്പൊ ഞാനത് കൺഫേം ചെയ്തുള്ള ഇമെയിലൊക്കെ അയച്ചു. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ ലഞ്ച് കഴിക്കാനുള്ള ആ ഒരു സ്ഥലം പറഞ്ഞിരുന്നത് അവിടുത്തെ ആർച്ച് ബിഷപ്പിന്റെ ഹൗസ് ആയിരുന്നു. ബ്രസീലിലെ അവിടുത്തെ റയോ ഡി ജനീറോ എന്ന് പറഞ്ഞ സിറ്റിയിലെ അവിടുത്തെ ആർച്ച് ബിഷപ്പിന്റെ ഹൗസിലായിരുന്നു. അവിടെ ഏകദേശം ഒരു രാവിലെ 7:30 നമുക്ക് എത്തണമായിരുന്നു. ലഞ്ച് ആണെങ്കിലും അത്രയും നേരത്തെ തന്നെ എത്തണമായിരുന്നു. സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളെ ഒരു മുറിയിൽ കൊണ്ട് ഒറ്റയ്ക്ക് കുറെ നേരം ഇരുത്തി. അതിനുശേഷം കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ അതിന്റെ ഡൈനിങ് റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. ആ ചെല്ലുന്നിടം വരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500-2000 പേരുള്ള ഒരു വലിയൊരു ലഞ്ച് ആയിരിക്കും അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ കാണും, വേറെ കുറെ ആൾക്കാർ കാണും, ഏകദേശം ഒരു 1500-2000 പേരോളം കാണും. പക്ഷെ ഞാൻ അവിടെ ആ മുറിയിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നെ കൂടാതെ വേറെ 11 പേരേ ഉള്ളൂ. മൊത്തം 12 പേരെ ആയിട്ടാണ് അവിടെ ആ ഒരു ഫംഗ്ഷന് ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഞെട്ടലായിരുന്നു. കാരണം ഇത്രയും 35 ലക്ഷത്തോളം ചെറുപ്പക്കാർ വന്നതിൻ്റെ അകത്തുനിന്ന് 12 പേരെ തെരഞ്ഞെടുത്തതിനകത്ത് ഈ ഭാവിയായി ഞാനും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡായി. പലപ്പോഴും എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഈ സെലക്ഷൻ കിട്ടിയത്? അപ്പൊ ഞാൻ പറഞ്ഞു അത് റാൻഡമായിട്ട് വന്നത്. എന്നിട്ട് അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഏതൊരു മെറിറ്റ് ബേസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മെറിറ്റിന്റെ ബേസിസിൽ എനിക്ക് ആ സെലക്ഷൻ കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല. അപ്പോൾ ഒരു മെറിറ്റിന്റെ ബേസിസിലല്ല അത് വന്നേക്കുന്നത്. അത് പ്യുവർലി ഒരു റാൻഡമായിട്ട് ഒരു ദൈവത്തിന്റെ വിളിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അവിടെ കുറെ സമയം കഴിഞ്ഞു. ഏകദേശം ഒരു 1/4 മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആ റൂമിലോട്ട് കയറി വന്നു. ഞങ്ങളെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷം തൊട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കയ്യിൽ ഒരു ചെറിയ ഒരു ബാഗ് ഉണ്ട് കയ്യില്. ആ കൂട്ടത്തിലുള്ള ആരോട് പറഞ്ഞാലും ആ ബാഗ് ഒന്ന് പിടിക്കാൻ പറഞ്ഞാലും പിടിക്കും. അല്ലെങ്കിൽ അവരെ പല പ്രാവശ്യം ചോദിച്ചു കാണും ഞങ്ങൾ പിടിക്കട്ടെ എന്ന്. പക്ഷെ സ്വന്തം ബാഗ് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് നടന്ന് കയറി വരുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത്. അത് വലിയൊരു ഷോക്കിംഗ് ഇതായിരുന്നു. നമുക്കെല്ലാം എന്തുമാത്രം അഹംഭാവവും അഹങ്കാരവും ഒക്കെയാണ്. ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും വേണം പല കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ. പക്ഷെ
അതെല്ലാം അവിടെ വെച്ച് ആ നിമിഷം മാറി കിട്ടി. വളരെ സിമ്പിളായിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ നടന്നു കയറി വരുന്നത്. 1.4 ബില്യൺ കത്തോലിക്കരുടെ ഹെഡായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ചെറിയൊരു ബാഗും തൂക്കി തന്നെ നടന്നു കയറി വരുന്നു. പിന്നെ ഞാൻ കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത് കാലിലോട്ട് നോക്കിയപ്പം ഒരു പഴയ ഒരു ഷൂസ് ആയിട്ടേക്കുന്നത്. സാധാരണ നമ്മൾ മാർപ്പാപ്പമാരുടെയും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്രയും പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ വളരെ തിളങ്ങുന്നതായിട്ടുള്ള നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഷൂസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പഴയ ലെതർ ഷൂ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഒരു വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഇത്രയും വലിയൊരാള് ലോകത്തിൽ എന്തുമാത്രം സാധനം ഏത് ബ്രാൻഡിന്റെ വേണേലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ഹമ്പിൾ ആയിട്ട് വരുന്നു, മുറിയിലോട്ട് വരുന്നു, ബാഗ് കൊണ്ടുപോയി തന്നെ ഒരു റൂമിന്റെ മൂലയ്ക്ക് ബാഗ് വെക്കാനുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് അവിടെ വെക്കുന്നു. അതിനുശേഷം നേരെ വന്ന് ഗ്രീറ്റ് ചെയ്യുന്നു, എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു. ഞാനായിരുന്നു ആ ഡൈനിങ് ടേബിളിന്റെ ആദ്യത്തെ പൊസിഷനിൽ നിന്നത്, അതുകൊണ്ട് എന്നെയാണ് വന്ന് ആദ്യമേ ഗ്രീറ്റ് ചെയ്തത്. ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നെർവസ് ആയിരുന്നു. എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഐ ആം തോംസൺ ഫിലിപ്പ്, ഐ ആം ഫ്രം ന്യൂസിലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം 12 പേരെയും പോയി ഗ്രീറ്റ് ചെയ്യുന്നു, എല്ലാരെയും വിഷ് ചെയ്യുന്നു, എല്ലാവരോടും ഒരു 2-3 സെക്കൻഡ് ഒന്ന് സംസാരിച്ചിട്ട് നേരെ വന്നു ടേബിളിന്റെ ഇങ്ങേയറ്റത്ത് വന്നിരുന്നു. ആ അറ്റത്തായിരുന്നു ഞാനും ഇരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തൊട്ട് അടുത്ത് ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അതിന്റെ പുറകിൽ ഒരു വലിയൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ മുറിയിലോട്ട് കയറി വരുന്നതിന്റെ തൊട്ടു മുമ്പ് കുറച്ച് സമയം മുമ്പ് ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നപ്പോ ഞങ്ങൾ അതിന് പറഞ്ഞല്ലോ നെർവസ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. നെർവസ് ആയിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരും 12 പേര് ഒരുമിച്ചിരുന്നു ഒരു ജപമാലയൊക്കെ ചൊല്ലി. എല്ലാവരും അവരവരുടെ ഭാഷ ചെല്ലുന്നു, ഞങ്ങൾ അതിന്റെ മറുപടി ഞങ്ങളുടെ സ്വന്തം ഭാഷ ചെല്ലുന്നു. അങ്ങനെ ഞാൻ മലയാളത്തിൽ ചൊല്ലി. അപ്പൊ എല്ലാവരും ജപമാല ഒരുമിച്ച് ചെല്ലുവാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അവിടുത്തെ ആർച്ച് ബിഷപ്പ് വന്നിട്ട് ഞങ്ങൾക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടി വന്നു. ആ പാരിഷിന്റെ അല്ലെങ്കിൽ ആ ഒരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് വന്ന് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടി വന്നു. അപ്പം അദ്ദേഹം ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നതെല്ലാം പോർച്ചുഗീസിലും സ്പാനിഷിലുമാണ്. പക്ഷെ എനിക്ക് ഈ 2 ഭാഷയും ഒട്ടും അറിയത്തില്ല. ബാക്കിയുള്ളവർക്കെല്ലാം മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. ഇതൊക്കെ ഈ 2 ഭാഷയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അറിയാമായിരുന്നു. അപ്പൊ എനിക്കിതൊന്നും മനസ്സിലായില്ല എന്താ പറയുന്നത്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കേണ്ടത്, എന്തൊക്കെയാണ് എന്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത്, അതിന്റെ ഫോർമാലിറ്റീസും പ്രോട്ടോകോൾസും ഒക്കെയാണ് അദ്ദേഹം എല്ലാവരോടും സംസാരിച്ചത്. എനിക്കിത് മനസ്സിലാത്തത് കൊണ്ട് ഞാൻ പോയി എന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആളോട് ഇംഗ്ലീഷിൽ ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നത് ആർച്ച് ബിഷപ്പിന് അത് മനസ്സിലാകുന്നുണ്ടായില്ല, കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എന്റെ കയ്യെ പിടിച്ചിട്ട് ഫസ്റ്റ് ചെയറിൽ എന്നെ കൊണ്ട് ഇരുത്തി, നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തി. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ പൊസിഷനിൽ പോയിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ചെയർ കിട്ടി, ഫസ്റ്റ് സീറ്റ് കിട്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മേശയ്ക്ക് 2 അറ്റം ഉണ്ട് അല്ലെ. അപ്പൊ പിന്നെ എന്റെ ടെൻഷൻ മനസ്സിൽ വന്നത്, ഒന്നെങ്കിൽ ഞാൻ ഏറ്റവും അവസാനത്തെ ആകും, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യത്തെയാകും. പിന്നെ എന്റെ പ്രാർത്ഥന മുഴുവൻ ആദ്യത്തെ ആകണേ എന്നുള്ളതായിരുന്നു. അതൊക്കെ കുറച്ച് അഹംഭാവമൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എങ്കിലും ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്റെ സൈഡിൽ തന്നെ വന്നിരിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത്. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്റെ അടുത്ത് തന്നെ വന്നിരുന്നു. അതിനുശേഷം ഭക്ഷണം വിളമ്പാനായിട്ട് സിസ്റ്റേഴ്സ് വന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു, ഭക്ഷണം ഒക്കെ ആശീർവദിച്ചു. ഞങ്ങൾ എല്ലാവരും എണീറ്റ് നിന്നാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചതിന് ശേഷം മാർപ്പാപ്പ ഞങ്ങളോട് എല്ലാവരോടും ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇരുന്നു. അതിനുശേഷം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ബ്രെഡ് എടുത്തിട്ട് എനിക്കിത് മുഴുവൻ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പകുതി കട്ട് ചെയ്ത് എന്റെ കയ്യിലോട്ട് വന്നു, നീ ഇത് കഴിച്ചോളാൻ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം സിസ്റ്റേഴ്സ് വന്നിട്ട് അവിടെ ഭക്ഷണം വിളമ്പുന്നതൊക്കെ സിസ്റ്റേഴ്സ് ആയിരുന്നു. സിസ്റ്റേഴ്സ് വന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഏത് വൈനാ വേണ്ടതെന്ന് ചോദിച്ചു. റെഡ് വൈൻ വേണോ, വൈറ്റ് വൈൻ വേണോ? ആ മെനുവിന്റെ അകത്തൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല കൂടിയ ബ്രാൻഡുകളുടെയൊക്കെ വൈൻസ് ഒക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, എനിക്ക് വൈൻ വേണ്ട, എനിക്ക് ജ്യൂസ് തന്നാൽ മതി എന്ന്. അതിനുശേഷം സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു, കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇരുന്നത് ഞാനാണ്. എന്നോട് ചോദിച്ചു ഏത് വൈനാ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുത്ത സെയിം ജ്യൂസ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ മെനു ഒക്കെ ആദ്യമേ കണ്ടപ്പോൾ ഞാനും നല്ല വൈൻസ് ഒക്കെ കുടിക്കാം, കാരണം തലേദിവസം വരെ ഞാനും അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഞാനും പറഞ്ഞു, എനിക്ക് ജ്യൂസ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാല് അതിനുശേഷം ഇന്നേ വരെ എനിക്ക് മദ്യപിക്കണം എന്നുള്ളൊരു ആഗ്രഹം പോലും എന്റെ മനസ്സിൽ വന്നിട്ടില്ല.
അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഭക്ഷണം അവർ വിളമ്പുന്ന സമയത്തൊക്കെ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി, ഞങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി, എല്ലാവരോടും ഓരോരോ കാര്യങ്ങൾ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ തരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മീറ്റ് ചെയ്ത ലഞ്ച് കഴിക്കുന്ന ദിവസം 26 ജൂലൈ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 26 ജൂലൈയിലായിരുന്നു ആ ദിവസം. അപ്പം അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഈശോയുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഫീസ്റ്റ് ദിവസമാണ്. അതായത് സെയിന്റ് ആനിന്റെയും സെയിന്റ് ജോയാക്കിമിന്റെയും ഫീസ്റ്റ് ദിവസമായിരുന്നു. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഗ്രാൻഡ് പേരൻസിന്റെ റോളിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. പിന്നെ നമുക്കെല്ലാം അറിയാം, കുറെ വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും ഫ്രാൻസിസ് മാർപ്പാപ്പ ഗ്രാൻഡ് പേരൻസ് ഡേ ഒക്കെ നമ്മുടെ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഗ്രാൻഡ് പേരൻസിന് കത്തോലിക്ക വിശ്വാസം, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം, ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, വിശ്വാസം എങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നു. എങ്ങനെയാണ് പേരൻസ് ബിസി ആയിരിക്കും, അവരുടെ ജോലി തിരക്ക് കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എല്ലാവരും ഓട്ടമായിരിക്കും. അപ്പം കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും അവർക്ക് സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത് ഗ്രാൻഡ് പേരൻസിനാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം അവർ വീട്ടിലായിരിക്കും മിക്കവാറും ഉള്ളത്. അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങളോട് അടുത്തിരിക്കാനും വിശുദ്ധരുടെ കഥകൾ പറയാനും ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും നല്ല ഉപമകൾ പറഞ്ഞു കൊടുക്കാനും നല്ല വിശ്വാസത്തിന്റെ വഴിയിലൂടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കുന്നത് ഗ്രാൻഡ് പേരൻസിനാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്. ഈ മെസ്സേജ് എല്ലാവരോടും പറയണമെന്നും പറഞ്ഞു. ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ള ആൾക്കാരോട് എല്ലാം നിങ്ങൾ പറയണം, ഇങ്ങനെ കുഞ്ഞുങ്ങളെ നല്ല വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങളും ഭാവിയിൽ ഒരു സമയത്തൊക്കെ ഗ്രാൻഡ് പേരൻസ് ആകുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ തന്നെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സിസ്റ്റേഴ്സ് ആ സമയമായപ്പോഴത്തേനും ഭക്ഷണമൊക്കെ വിളമ്പി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ലഞ്ച് കഴിഞ്ഞ് വന്നിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞ് ഞാൻ എന്താ കഴിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കാരണം അത്രയും വലിയ ഒരു ഇവന്റ് ആണ് അവിടെ നടന്നത്. ഒത്തിരി നല്ല ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു, ഒരു 7 കോഴ്സ് മെനു ഒക്കെ ആയിരുന്നു. പക്ഷെ എന്താ കഴിച്ചതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തൊട്ടടുത്തിരുന്ന അത്രയും വലിയൊരു മനുഷ്യന്റെ ഒരു പ്രസൻസിൽ ഇരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതെല്ലാം മറന്നുപോയി. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ഒരു കോൺവെർസേഷനെ കുറിച്ചാണ് കൂടുതലും ശ്രദ്ധിച്ചത്. അതിനുശേഷം എന്നോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ചു, നിനക്ക് എവിടുന്നായി ഇതുപോലെ ഒരു വിശ്വാസം കിട്ടിയത്, കത്തോലിക്ക വിശ്വാസം, ക്രിസ്തീയ ഈശോയെ കുറിച്ചൊക്കെ എങ്ങനെയാണ് കൂടുതൽ നിനക്ക് അറിയാൻ പറ്റിയത്, എങ്ങനെയാണ് നിനക്ക് വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കാൻ, ഇതെല്ലാവരോടും ചോദിച്ചു. അപ്പൊ എനിക്ക് വളരെ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിച്ചത്, എനിക്ക് എന്റെ വിശ്വാസം എന്റെ ഗ്രാൻഡ് പേരൻസിൽ നിന്നാണ് ലഭിച്ചത്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഫാദറും മദറും ഒക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലാണ് ഞാൻ ജീവിച്ചത്. എന്റെ വല്യപ്പനും വല്യമ്മയാണ് എനിക്ക് വിശ്വാസം നൽകിയതും എന്നെ പള്ളിയിൽ കൊണ്ടുപോയതും. 4 വയസ്സ് വരെയൊക്കെ ഞാൻ എന്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങളുടെ തറവാട്ട് വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് നല്ലൊരു അടിയുറച്ച വിശ്വാസം ലഭിച്ചത്. അതിനകത്ത് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. എന്റെ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തുനിന്ന് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ എനിക്കും ആ വിശ്വാസം അങ്ങനെയാണ് ലഭിച്ചതെന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഒരു അവസരം തന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചത്, ഇന്നത്തെ കാലത്ത് എങ്ങനെ നല്ലൊരു കത്തോലിക്ക വിശ്വാസിയായിട്ട് ജീവിക്കാൻ സാധിക്കും, ലോകത്തിന്റെ പല പല സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ എങ്ങനെ നമുക്ക് നല്ലൊരു കത്തോലിക്ക വിശ്വാസിയായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഹൗ ടു ബി എ ഗുഡ് കാത്തലിക് യൂത്ത് ഇൻ ദ പ്രസന്റ് ഡേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം നമ്മൾ ചോദിച്ചത്, ഈശോയെ നമുക്ക് എങ്ങനെ സെർവ് ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ ബി സെർവ് ദ ലോഡ്. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നൊരു ഉത്തരം എനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, ഈശോനെ എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ലോകത്തിൽ കാണുന്ന മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്. ഇനി അതിനേക്കാട്ടിലും വലുതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മളെ കൂടുതൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉപകരണമാക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ തക്ക സമയത്ത് നമുക്ക് പറഞ്ഞു തരും. നേരത്തെയും പറഞ്ഞു തരത്തില്ല, ലേറ്റ് ആകത്തില്ല. ഈശോ എപ്പോഴും കറക്റ്റ് സമയത്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരുന്നത്. അത് അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നിങ്ങൾ എന്താണോ സാധാരണ ഒരു ജീവിതം നയിച്ച് മുമ്പോട്ട് പോവുക, ഓരോരോ സമയത്ത് ഈശോ നമ്മളെ കൊണ്ട് വേണ്ട കാര്യങ്ങൾ ഈശോ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളും എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞു തന്നത്. പിന്നെ നമുക്ക് പറഞ്ഞു തന്നത്, യൂത്തിന്റെ ഇടയ്ക്ക് നമുക്ക് എങ്ങനെ, ഞങ്ങൾ ചോദിച്ചു ഹൗ ക്യാൻ വി വർക്ക് എമംഗ് ദ യൂത്ത്, ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, അവരെ നമുക്ക് എങ്ങനെ ഈശോയോട് അടുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്, ഇന്നത്തെ ചെറുപ്പക്കാര് ഒത്തിരി പേര് പ്രത്യാശയില്ലാത്തവരാണ്.
അവർക്ക് ജീവിതത്തിൽ അടുത്ത് ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അവർക്ക് പ്രത്യാശയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും അവർ പോയി ആത്മഹത്യ ചെയ്യുന്നു, ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു, ആൽക്കഹോളിന് അഡിക്റ്റ് ആകുന്നു. അങ്ങനെയുള്ള പല ജീവിത സാഹചര്യത്തിലൂടെ അവർ പെട്ടുപോകുന്നുണ്ട്. അപ്പം അവരെ സെർവ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കുന്നവരായിരിക്കണം. യു ഹാവ് ടു ടോക്ക് ടു ദം. അവരുടെ കൂടെ ആയിരിക്കും, അവരായിരിക്കുന്ന സാഹചര്യത്തിലോട് നമ്മൾ ഇറങ്ങി ചെല്ലുക. അങ്ങനെയാണ് നമുക്ക് അവരെ യൂത്തിന്റെ ഇടയ്ക്ക് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും അവരെ സെർവ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നതെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തന്നത്. നമുക്ക് ഇന്നത്തെ തലമുറയിലുള്ള യുവജനങ്ങളെ ഈശോയിലോട്ട് അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അല്ലാതെ അവർ മുഴുവൻ നല്ല മനുഷ്യരായിട്ട് വിശ്വാസത്തിലോട്ട് വന്നിട്ട് അല്ല നിങ്ങളുടെ കൂട്ടായ്മയിലും നിങ്ങളുടെ യൂത്ത് ഗ്രൂപ്പിലും ഒക്കെ അവരെ കൂട്ടേണ്ടത്. പക്ഷെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവരെ സ്നേഹിക്കുക, അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവരെ സഹകരിപ്പിക്കുക, അവരെ നമ്മുടെ കൂട്ടായ്മയിലോട്ട് ചേർക്കുക. എന്നിട്ട് നമ്മുടെ ജീവിക്കുന്ന ടെസ്റ്റിമോണി കണ്ടിട്ട് വേണം, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കണ്ടിട്ട് വേണം അവർ ഈശോയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടും അവരുടെ കൺവേർഷൻ ഉണ്ടാകാനായിട്ടും. അല്ലാതെ നിങ്ങൾ ആദ്യം പോയി കൺവേർട്ട് ആയിട്ട് വാ, നല്ലൊരു യുവജനമായിട്ട് വാ, ധ്യാനം കൂടിയിട്ട് നന്നായിട്ട് വാ, എന്നിട്ട് ഞങ്ങളുടെ യൂത്ത് ഗ്രൂപ്പിൽ ചേർക്കുക എന്നുള്ളതല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആകേണ്ടത്. അതാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ ഒരു കാര്യത്തിൽ, യൂത്തിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന്റെ കാര്യത്തിൽ. പിന്നെ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്ന ഒരു വലിയൊരു സന്ദേശമാണ് സ്വിം എഗെയിൻസ്റ്റ് ദ ടൈഡ്. അതായത് ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളൊരു കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് ലോകത്തിൽ ഒത്തിരി ഒത്തിരി മോശമായിട്ടുള്ള പ്രവണതകൾ കാണുന്നുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും അതിനോടാണ് താല്പര്യം കാണിക്കുന്നതും അതിനോട് ചേർന്ന് പോകാനായിട്ടാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന യുവജനങ്ങളാണെങ്കിൽ ഈശോ പറഞ്ഞ വഴി അത് ഭയങ്കര കഷ്ടപ്പാടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാവരും പോകുന്ന ഒരു വഴിയായിരിക്കുമല്ല. പക്ഷെ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ സ്വിം എഗെയിൻസ്റ്റ് ദ ടൈഡ്, അതാണ് നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്ന അടുത്ത ഒരു കാര്യം. അപ്പൊ എങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിക്കും? എല്ലാവരും നമുക്ക് കള്ളു കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരും പാർട്ടിക്ക് പോയി എൻജോയ് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഓഫീസിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്ഥലത്ത് നിന്ന് പ്രഷറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് നിന്ന് പ്രഷറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോസിന്റെ അടുത്ത് നിന്ന് പ്രഷറുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനോട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ സിമ്പിളാണ്. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവ് അതിനുള്ള വഴി കാണിച്ചു തരും. അതായത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പം സ്വിം എഗെയിൻസ്റ്റ് ദ ടൈഡിനും നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മളിത് ചെയ്യുന്നത്, നമുക്ക് ഈശോ തരുന്ന ശക്തി കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാ ചോദ്യവും വളരെ പേഷ്യന്റ് ആയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുന്ന് കേട്ടു. അതിനെല്ലാം വളരെ നല്ല രീതിയിലുള്ള ഉത്തരങ്ങൾ ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ചോദ്യം എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, എന്നാൽ എനിക്ക് ഇനി കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി ചോദിച്ചോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരെയും ചിന്തിപ്പിച്ച് ഞങ്ങളെല്ലാം ജീവിതം മാറ്റിമറിച്ചതായിട്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ അതിന് ശേഷം വന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളോട് 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന്റെ താഴത്തെ ചോദ്യം ഇതായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ചോദിക്കുന്നത്. വൈ ആർ യു ഈറ്റിംഗ് വിത്ത് മീ when there are millions of people starving for food in slums? നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ കൂടെ ഇരുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു? ഇപ്പോൾ ഇതേ സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു? ഈ ചോദ്യം ഒരു മുഖത്തടിച്ചതുപോലെ ഒരു ചോദ്യമായിപ്പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ചോദ്യം ചോദിച്ചിട്ട് അവിടെ പോസ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഓരോരുത്തരുടെയും കണ്ണിലോട്ട് നോക്കുവാണ്. ഡു യു ഹാവ് ആൻ ആൻസർ, ഡു യു ഹാവ് ആൻ ആൻസർ എന്നുള്ള ഒരു രീതിയിൽ എന്റെ കണ്ണിലോട്ട് നോക്കി. അതിനുശേഷം ഞങ്ങളുടെ 12 പേരുടെയും കണ്ണിലോട്ട് മാറി മാറി നോക്കി. എല്ലാവരുടെയും അടുത്ത് നിന്ന് ഒരു ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആർക്കും ഒരു ആൻസറും പറയാനില്ലായിരുന്നു. അപ്പം അന്ന് അടുത്ത ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. അടുത്ത ചോദ്യം ഇതായിരുന്നു. വൈ ഡു യു ഹാവ് ഗുഡ് ഹെൽത്ത് വെൻ ദർ ആർ ഈവൻ ന്യൂ ബോൺ കിഡ്സ് വിത്തൗട്ട് ഐസ്, വിത്തൗട്ട് ഇയേഴ്സ്, കൈയില്ല കാലില്ലാതെയൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്? ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ വീണ്ടും പോസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിരിക്കും. ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ആർക്കും ഒരു ആൻസറും പറയാനില്ല. എങ്ങനെയും ഈ സമയം ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിലായി ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം ഇത് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. അതിനുശേഷം 3-ാമത്തെ ചോദ്യം, വൈ ഡു യു ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് ഇൻ ദ വേൾഡ് വെൻ ദർ ആർ മില്യൺസ് ഓഫ് പീപ്പിൾ ഹു ഹാവ് നത്തിങ് എക്സെപ്റ്റ് ദർ പോവർട്ടി? അതായത് കോടിക്കണക്കിന് ആൾക്കാർക്ക് ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ളത് അവരുടെ ദാരിദ്ര്യം മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ നല്ല ഫെസിലിറ്റീസും ഉണ്ട്. ഞങ്ങൾക്ക് അതിന് ഉത്തരവൊന്നും കൊടുക്കാനില്ല.
ആ സമയമായപ്പോഴത്തേന് ഏകദേശം ഞങ്ങളൊക്കെ ഒരു 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 കരയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. ഞങ്ങളോട് ചോദിച്ച അവസാനത്തെ ചോദ്യം ഇതായിരുന്നു, വൈ ഡു യു ഹാവ് ഗുഡ് എഡ്യൂക്കേഷൻ വെൻ ദർ ആർ മില്യൺസ് ഓഫ് പീപ്പിൾ ഹു കാണ്ട് ഈവൻ റീഡ് ഓർ റൈറ്റ്. അതായത് എഴുതാനും വായിക്കാനും അറിയാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇന്നും ഈ ലോകത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്? ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളോട് 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്ക് അതിനൊരു ഉത്തരവും കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ഞങ്ങളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, വിഷമിക്കണ്ട, ഇപ്പോൾ നിങ്ങൾ ഇതിന്റെ ഉത്തരം തരണ്ട, പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ നിങ്ങൾ ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈശോ നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു ഇൻ എ വെരി വെരി സ്പെഷ്യൽ വേ. ഇനി ആ സ്പെഷ്യൽ വേ എന്താന്നുള്ളതാണ് പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ക്രൈസ്റ്റ് ലവ്സ് യു ഇൻ എ വെരി സ്പെഷ്യൽ വേ. സോ എനിത്തിങ് സ്പെഷ്യൽ കംസ് വിത്ത് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ തന്നെ കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും നമുക്ക് ഈശോ തരുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയാണ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 35 തൊട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈശോ പറഞ്ഞു തന്നേക്കുന്നത്. അത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇതാണ് ആ ചോദ്യം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഉത്തരം, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തി കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഉത്തരം ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരമാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ജീവിതം കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചുകൊണ്ടിരുന്നത് പാവപ്പെട്ടവരെ കുറിച്ചായിരുന്നു, യുദ്ധത്തിന്റെ കെടുതിയിൽ ആകുന്ന ആൾക്കാരെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്തിട്ടുള്ള ജനവിഭാഗത്തെ കുറിച്ചായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈശോ ഈ ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള നല്ലൊരു കുറെ ഗൈഡൻസ് ഒക്കെ തന്നു. അതിനുശേഷം കുറെ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലുള്ള നമ്മുടെ ഒരു കാത്തലിക് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ട കുറെ നല്ല കാര്യങ്ങളാണ് അതിനുശേഷം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിനകത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഹ്യൂമാനിറ്റിയെ കുറിച്ചും എക്കണോമിക്സിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നു. എന്തായിരിക്കും ഈശോയുടെ ഒരു വീക്ഷണം? അപ്പം അതിൻ്റെ അകത്ത് പറഞ്ഞു തന്നത്, ഇന്ന് എല്ലാവരും എക്കണോമിക്സിന്റെ പുറകെയാണ് പോകുന്നത്. യൂണിറ്റ് എക്കണോമിക്സും അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും പുറകെയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം ലാഭം കിട്ടുന്നു എന്നുള്ളതിനെ നോക്കിയാണ് സമൂഹം മുഴുവൻ പോകുന്നത്. കൂടുതൽ ആൾക്കാരും അതിന്റെ പുറകെയാണ് പോകുന്നത്. ഗവൺമെന്റ് ആയിക്കോട്ടെ, സമൂഹം ആയിക്കോട്ടെ, നമ്മള് കുടുംബത്തിലായിക്കോട്ടെ. പക്ഷെ കത്തോലിക്ക കത്തോലിക്ക യൂത്ത് അങ്ങനെ ആയിരിക്കരുത്. ഹ്യൂമാനിറ്റിയുടെ പുറകെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. അതിനുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നത്, നമ്മൾ പത്രത്തിലൂടെയൊക്കെ ഡെയിലി ഒത്തിരി വാർത്തകളൊക്കെ നമ്മൾ വായിക്കും. പക്ഷെ ഇപ്പം പല സ്ഥലത്ത് ഭീകരാക്രമണം ഉണ്ടായി, ഒത്തിരി പേര് മരിച്ചു, അല്ലെങ്കിൽ ഭൂമികൾക്ക് ഉണ്ടായി കുറെ പേര് മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, ആൾക്കാർ മരിക്കുന്നു. ഇതിന്റെ എല്ലാം വാർത്തകൾ നമ്മൾ ഇഷ്ടംപോലെ ദിവസം പത്രത്തിൽ കാണും. പക്ഷെ നമ്മളെ സംബന്ധിച്ചാൽ അതൊരു ജസ്റ്റ് ഒരു പേജ് മറിച്ച് അടുത്ത കാര്യത്തിലോട്ട് പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കൊരു വേദന ഉണ്ടാകുന്നുണ്ടോ, ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടോ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മളെ ഒരു ഹ്യൂമൻ ബീങ് ആക്കുന്നത്. ഈശോ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മനുഷ്യന്, ഹൃദയമുള്ള മനുഷ്യനാക്കി മാറ്റുന്നതെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്. രണ്ടാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു തന്നത്, യു ഹാവ് ടു ബി പ്രൊട്ടക്ടേഴ്സ് ഓഫ് ലൈഫ്. കാത്തലിക് യൂത്ത് ആർ കോൾഡ് ടു ബി പ്രൊട്ടക്ടേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്. ഇനി അടുത്തൊരു കാര്യം നമുക്ക് പറഞ്ഞു തന്നത്, എവ്രി വൺ മസ്റ്റ് ഹാവ് എ പേഴ്സണൽ കൗൺസിലർ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു പേഴ്സണൽ കൗൺസിലർ ഉണ്ട്. നമ്മൾ എന്ത് ജീവിതത്തിന്റെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും നമ്മളെക്കാട്ടിലും ഈശോയോട് കൂടുതൽ ചേർന്ന് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട്, സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കണം. അവരോട് നമ്മൾ സംസാരിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ അടുത്ത് നിന്ന് നല്ല നല്ല ഉപദേശങ്ങൾ എടുക്കണം. അപ്പൊ നമുക്ക് അവരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമുക്ക് നല്ല ഉപദേശങ്ങൾ തരും. ഈശോ എന്താണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും അങ്ങനെ പേഴ്സണൽ കൗൺസിലർ ഉണ്ട് എന്നാണ് പറഞ്ഞു തന്ന ഒരു കാര്യം. അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നമുക്ക് പേഴ്സണൽ കൗൺസിലർ ഉള്ളതുപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ കൺഫസറും ഉണ്ടാകണമെന്ന്. നമ്മൾ ഓരോ പ്രാവശ്യവും കുമ്പസാരിക്കാനായിട്ട് പറ്റുമെങ്കിൽ ഒരച്ഛന്റെ അടുത്ത് തന്നെ നമ്മൾ പോയി കുമ്പസാരിക്കും, നമുക്ക് കഴിയുന്ന അത്രയും കാലം. അതിന്റെ ഒരു ആവശ്യകത നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നു. അതിന്റെ കാര്യം ഇതാണ്, നമുക്ക് ഒരു അച്ഛന്റെ അടുത്ത് തന്നെ പോയിട്ട് നമ്മൾ കുമ്പസാരിക്കുവാണെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ഒരു ഹെൽത്ത്, നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി ഡോക്ടറിന്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന സ്ഥിരം പോകുന്ന ഡോക്ടറിന്റെ അടുത്ത് പോകും. അപ്പൊ ആ ഡോക്ടറിന് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സും ഹിസ്റ്ററി എല്ലാം ഡോക്ടറിന് ഓർമ്മ കാണും, അല്ലെങ്കിൽ ഡോക്ടറുടെ സിസ്റ്റത്തെ കാണും. അതനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ കൺഫസർ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ഒരു ആരോഗ്യ സ്ഥിതി
ആ അച്ഛനറിയാം. അതനുസരിച്ചുള്ള വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ നമുക്ക് തരാനായിട്ട് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാനും ഒക്കെ ആ അച്ഛന് സാധിക്കും. അതാണ് നമുക്കൊരു പേഴ്സണൽ കൗൺസിലറിന്റെയും പേഴ്സണൽ കൺഫസറിന്റെ ഒക്കെ ആവശ്യകതയെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്. ഏകദേശം ഇതോടുകൂടി ആ ഒരു 2.5 മണിക്കൂറിന്റെ ആ ഒരു സമയം കഴിയാറായി. എല്ലാവരെയും പേഴ്സണലായിട്ട് മീറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോ ഗിഫ്റ്റുകൾ തന്നു. ആക്ച്വലി ഒരു കൊന്തയും ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു മെഡലുമാണ് ഞങ്ങൾക്ക് തന്നത്. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു, അവസാനമായിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം. നിങ്ങൾ എല്ലാവരും പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും എല്ലാവരോടും പറയണം, നമുക്ക് ഒരിക്കൽ കൂടി ഒരു വലിയൊരു ലഞ്ച് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യണം. സ്വർഗീയ വിരുന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തന്നത്. ദൈവത്തിന്റെ സ്നേഹവും പ്രത്യാശയും ചെറുപ്പക്കാർക്ക് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് തന്നത്, പേഴ്സണലി തന്നത്. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് യുവർ മിഷൻ ഓഫ് ലൈഫ് എന്നാണ് എന്നോട് പറഞ്ഞത്. ദൈവത്തിന്റെ സ്നേഹവും യു ഹാവ് ടു സ്പ്രെഡ് ദ ലവ് ആൻഡ് ഹോപ്പ് ഓഫ് ക്രൈസ്റ്റ് ടു യങ് പീപ്പിൾ. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിൽ തിരിച്ചു വന്ന് ഈ ഒരു മെസ്സേജ്, ഫ്രാൻസിസ് മാർപ്പാപ്പ തന്ന ആ ഒരു മെസ്സേജ് അവിടുത്തെ എല്ലാ പാരിഷുകളിലും തന്നെ ഞാൻ പോയി സംസാരിച്ചു. അതിനുശേഷം അവിടുത്തെ ഒരു യൂത്തിന്റെ റിട്രീറ്റ് ഓർഗനൈസ് ചെയ്ത് ഏകദേശം 300ഓളം ആൾക്കാർ, അവിടുത്തെ ന്യൂസിലൻഡിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തു. അതിനുശേഷം ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്ന് എലോയിറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ ടോക്ക് സേഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങി. ടോക്ക് സേഫ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള, സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും വേണ്ടിയുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പ്രോഗ്രാമാണ്. ദൈവത്തിന്റെ സ്നേഹവും പ്രത്യാശയും കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഉദ്ദേശവും. അപ്പൊ നമുക്ക് ആൾക്കാർക്ക് പ്രത്യാശ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു അവസരം വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ന്യൂസിലൻഡിൽ നിന്ന് ഉണ്ടായിരുന്ന സേവിങ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് പെർമനന്റ് ആയിട്ട് തന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു. അപ്പം ആ ഒരു ഫണ്ടിന്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് എലോയിറ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കർത്താവിന്റെ കൃപയാൽ ഇന്നത് വളരെ നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നു. ഈശോ ഓരോ ദിവസവും അതിനെ മുമ്പോട്ട് നയിക്കുന്നു. എലോയിറ്റിന്റെ ഫൗണ്ടറായിട്ട് ഞങ്ങൾ കരുതുന്നത് നമ്മുടെ കർത്താവായ യേശുമിശിഹായെ തന്നെയാണ്, യേശുക്രിസ്തുവിനെ തന്നെയാണ് എലോയിറ്റിന്റെ ഫൗണ്ടറായിട്ട് വെച്ചേക്കുന്നത്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നെ തന്നെയായിരുന്നു അതിന്റെ ഫൗണ്ടറായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നോട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു, നിന്നെ ആരാ അതിന്റെ ഫൗണ്ടറാക്കിയത്? ഞാനാണ് നിന്റെ ഫൗണ്ടർ എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് ഈശോ തന്നു. അങ്ങനെ ഞാൻ എന്റെ വിസിറ്റിംഗ് കാർഡിലും എന്റെ ഇമെയിൽ സിഗ്നേച്ചറിലും അങ്ങനെ അതിന്റെ പല സോഷ്യൽ മീഡിയയിലും എല്ലാം പോയി ഞാൻ എന്റെ ടൈറ്റിൽ മാറ്റി ഞാൻ കോ ഫൗണ്ടർ എന്നാക്കി, ഈശോനെ ഫൗണ്ടർ എന്നുമാക്കി. അങ്ങനെ ആണ് എലോയിറ്റ് മുമ്പോട്ട് പോകുന്നത്. ഒത്തിരി ആൾക്കാര് ഞങ്ങളുമായിട്ട് സഹകരിച്ച് ഇപ്പം പല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞങ്ങൾ ഒരു 2 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ബൈബിളോൺ എന്ന് പറഞ്ഞൊരു ആപ്പ്, ഞാനും സലേഷ്യൻ സഭാംഗമായ ഫാദർ ജോസൂട്ടി അച്ഛനും ചേർന്ന് ഒരു ബൈബിളോൺ എന്ന് പറഞ്ഞൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ അത് ഓരോ ദിവസവും വചനം വായിക്കാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പൊ 40ഓളം ഭാഷയിൽ അതായി കഴിഞ്ഞു. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മെയിൻ ഭാഷകളുമായി, നോർത്ത് ഈസ്റ്റിലെ പല ട്രൈബൽ ഭാഷകളിലുമായി, ആഫ്രിക്കയിലെയും ഒക്കെയുള്ള പല ഭാഷകളിലും ഇപ്പൊ അതായി വരുന്നു. അപ്പം നിങ്ങൾക്കത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് വേറെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈശോയുടെ വചനം ആൾക്കാരെ കേൾക്കുക, അതിലൂടെ ഈശോ തരുന്ന പ്രത്യാശ അവരിലോട്ട് കടന്നു ചെല്ലുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നത്. എഴുതാനും വായിക്കാനും അറിയാത്തവർക്കും ഈശോയുടെ വചനം കേൾക്കുക എന്നുള്ളത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ അതിന്റെ ഓഡിയോ വേർഷൻസ് ചെയ്യുന്നത്. പല ഭാഷകളിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 40ഓളം ഭാഷകളിൽ ഇപ്പോൾ അത് നിങ്ങൾക്കത് കേൾക്കാനും വായിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെയുള്ള ഒരു ഭക്ഷണം എന്റെ ലൈഫിനെ ഒത്തിരി മാറ്റിമറിച്ചു. എനിക്ക് ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചും ഞാൻ പറഞ്ഞില്ല, അതിനുശേഷം എനിക്ക് മദ്യപിക്കാനൊന്നും തോന്നിയിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കാര്യം എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തത്, ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല അതനുസരിച്ച് ജീവിച്ചും കൂടെ കാണിക്കുന്നുമുണ്ട്. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള ഒരു ആദ്യത്തെ ബർത്ത്ഡേ, ആ സെലിബ്രേഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഘോഷിച്ചത് ഞാൻ പത്രത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. അവിടെ തെരുവിലോട്ട് പോയി 4 ഭിക്ഷക്കാരെ കണ്ടു. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ വത്തിക്കാന്റെ അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിക്കുന്ന സ്ഥലത്തെ ക്യാൻറ്റീനിലിരുന്ന് അവരുമായിട്ട് ചേർന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ആഘോഷിച്ചെന്നാണ് ഞാനിത് വായിച്ചത്. അപ്പം അതെന്നെ ഭയങ്കരമായിട്ടും ടച്ച് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ വിവാഹം നടത്താൻ നേരത്ത് 2014 ഞാൻ വിവാഹിതനായത്. അപ്പോൾ എനിക്കതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തതുപോലെ ചെയ്യണമെന്നുള്ളത്. അതിനുശേഷം ഞാൻ വീട്ടിലുള്ള പപ്പായോടും എല്ലാം സംസാരിച്ചു. എല്ലാവർക്കും ആദ്യമേ ഒരു
എല്ലാ കുറച്ചും കൂടി ആൾക്കാരെയൊക്കെ കൂടുതൽ വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അങ്ങനെ എന്റെ വിവാഹം നടത്തിയത് വളരെ ലൈറ്റായിട്ട്, വളരെ ഒരു ഒത്തിരി ആൾക്കാരെയൊന്നും വിളിച്ചില്ല. പക്ഷെ വിളിച്ചതെല്ലാം കൂടുതലും അനാഥാലയത്തിൽ നിന്നും ഓർഫനേജിൽ നിന്നും ഓൾഡ് ഏജ് ഹോമിൽ നിന്നും ഒക്കെയുള്ള സ്പെഷ്യൽ ചിൽഡ്രൻ കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വിവാഹത്തിന്റെ റിസപ്ഷന് വിളിച്ചത്. ഏകദേശം ഒരു 400ഓളം ആൾക്കാരുണ്ടായിരുന്നു, 400-500ഓളം ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 50 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. വളരെ നമ്പർ കുറച്ചു. പക്ഷെ വിളിച്ചത് കൂടുതലും 450-400ഓളം ആൾക്കാർ ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ നിന്നൊക്കെയാണ് വന്നത്. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്ന ഒരു എക്സാമ്പിൾ അതനുസരിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഒരു വിശ്വാസം അനുസരിച്ച്, ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടതും മനസ്സിലാക്കിയതും അനുസരിച്ച് അതൊരു ജീവിക്കുന്ന വിശുദ്ധനായിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ഒരു വിശുദ്ധനായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്ന ആ ഒരു വലിയൊരു ജീവിത സന്ദേശം, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഈശോ പറഞ്ഞു തന്ന ആ ഒരു വചനഭാഗം അതുപോലെ ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു മനുഷ്യസ്നേഹി. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയി തീരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.